ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെസഹ വ്യാഴത്തിന് പോകാൻ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വൈകിട്ടാണ് 6 മണിക്കാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് വെളുപ്പിനെ 3 മണിക്കായിരുന്നു. ഈ വർഷം തൊട്ട് വൈകിട്ട് ഇപ്പോൾ 6 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ 3 പേരും പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും മദ്വയായി കയറേണ്ടതുകൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അക്കു തേണ്ടി ഇവിടെ ഉണ്ട്, അക്കു റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പെസഹ അപ്പം ഒക്കെ റെഡിയാക്കി എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ കൊണ്ടുപോകാനുള്ളതും എല്ലാം റെഡിയാക്കി. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പെസഹ വ്യാഴത്തിൻ്റെ കണ്ടു നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അപ്പോൾ ഇവിടെ റെഡിയാക്കുവാണ്. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം പെസഹ അപ്പം തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുരിശ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇവിടാണ് എല്ലാവരും നേർച്ച കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നേർച്ച വെക്കാനായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ നേർച്ച വെച്ചിട്ടുണ്ട്. നമുക്ക് ശുശ്രൂഷകൾ തുടങ്ങുന്നത് 6 മണിക്കാണ്. 5 കൂടി ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മദ്വയ്ക്കകത്തും കയറേണ്ടതുകൊണ്ട് നമ്മൾ നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ 5:30 കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ ഉസായി കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ഉസായിക്ക് ശേഷമാണ് ശുശ്രൂഷകളൊക്കെ തുടങ്ങിയത്. 10:30 നമ്മുടെ ശുശ്രൂഷകളെല്ലാം തീർന്നപ്പോൾ. വെളുപ്പിനെ ആകുമ്പോഴത്തേനും ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നവരായതുകൊണ്ട് പ്രായം ചെന്നവരെയും കൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം എല്ലാവരും തന്നെ വന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങി വന്നില്ലായിരുന്നു. അവരെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം തിരിയെല്ലാം കത്തിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.